അല്ല ആന്റി അവർക്ക് എത്ര ഡയമണ്ട് മാല മേടിക്കാൻ പറ്റും? അപ്പം ആന്റി പറയുന്നു ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത പിന്നെ അങ്കിളുടെ നടു ഒളിക്കുന്നു. കാരണം ഇത് കിടന്നിട്ട് വേണം ഈ ഒരു ഡയറോമ ഉണ്ടാക്കണമെങ്കിൽ. റോൾസ് റോയ്സിന്റെ ഫാൻഡം ഡ്രോപ്പ് ഹെഡ് കോപ്പേ. ചേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എപ്പോഴേലും പിന്നീട് ഫ്യൂച്ചറിൽ ഒരു ഡുക്കാട്ടി എടുക്കണം ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. ഡുക്കാട്ടിയുടെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് എത്ര പീസസ് ഉണ്ട് ശരിക്കും? 200 പീസസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിന് ഞാൻ ചുമ്മാ ഒരു കേസ് പറയാം, മിനിമം ഒരു 45,000 രൂപ മേടിച്ചപ്പോ അല്ല ഇത് മേടിച്ചപ്പോ കാണും, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ ഈ സാധനത്തിന് ഉറപ്പായിട്ടും. പിന്നെ ഇങ്ങോട്ട് ബസ്സസ്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ആന്റി ഇത് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് അല്ല കാർ മേടിക്കാം. ഓ ഉണ്ട്, ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറെ വർഷം മുമ്പ് ഉണ്ടാക്കിയത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇവിടെ തീർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 3-5 വീഡിയോ വേണം ഇതൊക്കെ ഒന്ന് പറയണമെങ്കിൽ തന്നെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബിനിഷേറിൻ്റെ രണ്ടാമത്തെ ഗ്യാരേജാണ്. അപ്പം നമ്മൾ വീട്ടിലത്തെ സ്കെയിൽ മോഡൽസ് കണ്ടായിരുന്നു. അപ്പോൾ ഇനി കാണാൻ പോകുന്ന താഴെ ബിനിഷേറിനെ പ്ലേസ് ചെയ്തേക്കുന്ന ഒരു കിഡിലൻ ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. ബാ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബിനിഷേറിൻ്റെ ഗ്യാരേജ്. ബിനിച്ചേട്ടനാണ്ട് ഇവിടെ നിൽപ്പുണ്ട് നമ്മളെയും കാത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്യാരേജ്. അപ്പോൾ ഈ ഗ്യാരേജിൻ്റെ അകത്ത് എന്തൊക്കെയായിട്ടോ ഉള്ളത്? ഇതിനകത്ത് മേലെ ഇരിക്കുന്നതിന്റെ ബാക്കി കളക്ഷൻ 1:18 ഉണ്ട്, 1:43 ഉണ്ട്, കുറച്ച് 1:64. പിന്നെ അതിനേക്കാൾ ഒരു അടിപൊളി കുറച്ച് സംഭവങ്ങളുണ്ട്. ചേട്ടൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഡയറോമാസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഹൈലൈറ്റ്. അത് എത്ര നാളെടുത്തു ഓരോ സംഭവം ഉണ്ടാക്കാൻ? അത് പലതും പല 3 മാസം ഉള്ളതുണ്ട്, 2 മാസം എടുത്തുണ്ട്, പിന്നെ ഒരാഴ്ച കൊണ്ട് ചെയ്തതുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഞാൻ കാണിക്കും. കാരണം ഒരു രക്ഷയില്ലാത്ത ഗ്യാരേജസ് ഒക്കെയാണ് ചേട്ടൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാരേജ് തുറന്നാലോ? ബാ. ഒരു രക്ഷയില്ലാത്ത ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗ്യാരേജ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും ഇത്രയും കളക്ഷൻസ് ആർക്കും കാണത്തില്ല. കാരണം ആ രീതിയിലാണ് ഇവിടെ ചേട്ടൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ടൈൽസും പിന്നെ അതുപോലെ ഫാനും, അതായത് ഒരു മ്യൂസിയം ആണെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ചേട്ടൻ മാത്രമേ ഇവിടെ വരാറുള്ളൂ. പിന്നെ ഞങ്ങൾ ഇത്രയും കമ്പനിയുണ്ട്, ചേട്ടൻ തന്നെ വേറെ ആരും കാണിക്കാറില്ല. അപ്പം അത് ഈ ഒരു വീടിരിക്കുന്ന സ്ഥലം ഭയങ്കര കോമണാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കത്തില്ല. അതാണ് ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ചേട്ടാ ഇത് ഏതാ സ്കെയിൽസ്? ഇത് 1:43 ഇവിടെ ഇരിക്കുന്നില്ല. 1:43. അപ്പൊ എനിക്കൊന്ന് ഇതെന്താ ഒരു ബസ്സും ട്രക്കും എല്ലാം ഉണ്ടല്ലോ? ബസ് ട്രക്കിന്റെ ഉണ്ട്, പിന്നെ വാൻ എല്ലാം മിക്കവാറും കൂടുതലും ബസ്സും ട്രക്കും ഇവിടെ ഇരിക്കുന്നത്. അടിപൊളി. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3-4 തവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ തവണയും കാണുമ്പോൾ ഒരു പുതുമ പോലെയാണ്. ഏത് നോക്കണമെന്ന് പോലും ഡൗട്ട് അടിക്കും. കാരണം എല്ലാം ഒരു യുണീക്ക് ആയിട്ടുള്ള പീസസാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്തുകൊണ്ടാണ് ഇത്രയധികം സാധനം കളക്ട് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞേ? എനിക്ക് എല്ലാ വണ്ടി ഇഷ്ടം. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു എന്താ ട്രൂ വണ്ടി പ്രാന്ത് എന്നൊക്കെ പറയുന്ന പോലെ ഏത് വണ്ടി, ഇപ്പൊ ട്രക്ക് മുതൽ അങ്ങ് ലോറി, മിലിറ്ററി വെഹിക്കിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഞാൻ ഏതാണ്ട് ഇവിടെ ഒരു കുഞ്ഞു വണ്ടി കണ്ടു. ചേട്ടൻ്റെ പൊക്കത്തിരിക്കുന്ന ആ ഒരു വണ്ടിയുടെ ഇതൊരു സെറ്റായിട്ട് വരുന്നതാണോ? ഓ നൈസ് കേട്ടോ. 1:64 ആണെന്ന് തോന്നല്ലോ. ഓ നോറോവിന്റെയോ? ഇത് എത്ര വർഷം പോയി മേടിച്ചതാ? 7 വർഷമായി. അടിപൊളി കേട്ടോ. ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടില്ല. ഇത് എവിടെയാന്ന് വെച്ചെന്ന്? ഇത് മറ്റേ സ്കെയിൽ ആർട്സിൽ മേടിച്ചു, പൂനെ. ഓക്കെ, ഞാൻ അന്ന് വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല ഈ വണ്ടി. പിന്നെ അവിടെയൊക്കെ ലോറീസ് ആണെന്ന് തോന്നല്ലേ. പിന്നെ ഇങ്ങോട്ട് ബസ്സസ്, ബസ്. പിന്നെ ഇവിടെ ചേട്ടൻ പണിയുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു വർക്ക് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ ഒരു ഡയറോമ പോലത്തെ എന്താ ഫാന്റസി തീമോ? ഫാന്റസി തീം. ഓക്കെ, അപ്പോൾ ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ റാണി ആൻറ്റി. എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കണ്ടു കാണും. ബിനിച്ചേട്ടൻ്റെ വൈഫാണ്. അപ്പം ആൻറ്റി പറയുന്നു ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത പിന്നെ അങ്കിളുടെ നടു ഒളിക്കുന്നു. കാരണം ഇത് കിടന്നിട്ട് വേണം ഈ ഒരു ഡയറോമ ഉണ്ടാക്കണമെങ്കിൽ. അപ്പം ഇവിടെ ഒരു ഫാന്റസി തീമിലുള്ള ഡയറോമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ലേക്ക് ഒക്കെ ഉണ്ടല്ലോ. ലേക്ക് അത് ഫിനിഷ് ആയില്ല. ഡിസ്നിനെ ഇൻസ്പയർ ചെയ്താണോ? മനസ്സിൽ ഓരോന്നിങ്ങനെ ഐഡിയ വരുമ്പോൾ ചെയ്യുന്ന. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര രസമായി. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ നോക്കി നിൽക്കും.
പണ്ട് കുട്ടിക്കാലത്ത് ഇത് രണ്ടെണ്ണം കുട്ടിക്കാലത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഈ മരങ്ങള്. ജോബി. ഓക്കെ. ഇത് മരം കണ്ടോ? അത് കിട്ടിയപ്പോ കിട്ടിയ ഐഡിയ. ഈ 2 മരം കിട്ടിയപ്പോ കിട്ടിയ ഐഡിയ ആണ് ചേട്ടന് ഈ ഒരു ഫുൾ സെറ്റപ്പ് ഉണ്ട് ഫാന്റസി തീമിൽ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വണ്ടി മാത്രമല്ല പലതരം ഡയറാമോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വണ്ടിയിലോട്ട് പോവാം. അപ്പൊ ഇവിടെ ഇനി കുറച്ച് ബസ്സസിന്റെ അല്ലേ കളക്ഷൻസ്? ഇത് എനിക്ക് വിന്റേജ് ബസ്സസ് ഉണ്ടല്ലോ. ഇത് UK ബസ് ആണോ ശരിക്കും? ലണ്ടൻ. ഇതാ ഓക്കെ. പണ്ട് ലണ്ടൻ ബസ് നൈസ് ആണല്ലോ. ഇത് നല്ല രസമുണ്ട്. ഇതെല്ലാം സെയിം മോഡലാന്ന് തോന്നുന്നല്ലേ? ഓരോ മോഡൽ വെച്ച് മാറുന്നുണ്ട്. ഇത് അടിപൊളിയാണല്ലോ ഈ ബസ്. ഭയങ്കര ക്യൂട്ടാണ്. പണ്ടത്തെ ഡിസൈൻ ഭയങ്കര രസമല്ലേ? ഒരു ക്യൂട്ട് ഡിസൈനാ. ഇപ്പൊ കാണുമ്പോ ഭയങ്കര കൗതുകം. ഒരു ക്ലാസ്സി ഒക്കെ പറഞ്ഞ ഇതല്ല, ഭയങ്കര റയർ വണ്ടിയല്ലേ ഇത്? ഇത് ലോകത്തൊന്നുള്ളോ? മെയിൻ അത് 1:1 സ്കെയില്. ഇത് ആരാ പ്രൊഡക്ഷൻ? റോൾസ് റോയ്സ് ആണോ? ഇത് ലിമിറ്റഡ് എഡിഷൻ 500 പീസേ ഉള്ളൂ. ഇത് ഏതിന്റെയാ? അത് CMF. ഓക്കെ. 1:18 സ്കെയിലല്ലേ? ഇത് ഡോർസ് ഓപ്പൺ ആണോ? ഇത് റെസിൻ മോഡലാണ്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന കറക്റ്റ് കയ്യിൽ ഹാൻഡിൽ ചെയ്യും. അതാരെ എന്നെ പോലെ ആരെങ്കിലും വന്നപ്പോ ചേട്ടൻ വെച്ചാണോ? ഞാൻ ഓർത്ത് വേറെ ഇതൊക്കെ ഒന്ന് ശ്രമിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ടോ? ലൈക്ക് ഭയങ്കര രസമുണ്ട്. ഇൻസൈഡ് ഡീറ്റെയിലിംഗ് ഭയങ്കര രീതിയിൽ അവർ ചെയ്തേക്കുന്നത്. അത് സ്റ്റിയറിംഗും ആ റെഡ് സീറ്റ് കവേഴ്സ് ഒക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു ലോക്ക്ഡൌണിന്റെ സമയത്ത് ചേർന്ന് ഏകദേശം ഒരു 2 ആഴ്ച എടുത്തോ? അല്ല, ഇത് 3 മാസം. 3 മാസം എടുത്ത് പണിതൊരു പള്ളി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതൊക്കെ തടിയാ. ഇതൊക്കെ തടിയാണോ? ഇതൊക്കെ 4x ബോർഡ്. പിന്നെ വേറെ ഇതെങ്ങനെ? ഇത് കറക്റ്റ് ഷേപ്പില് എന്ത് ടൂൾ വെച്ചിട്ട് ഇതെല്ലാം കട്ട് ചെയ്യുന്നത്? സാധാരണ നമ്മുടെ ഇരിക്കുന്ന സ്പെഷ്യൽ ടൂൾ ഒന്നുമില്ല. സിസേഴ്സോ? ഇല്ല, കർവിംഗ് ആയിട്ട് കട്ട് ചെയ്യുന്ന 4x ബോർഡ് ഒക്കെ കട്ട് ചെയ്യുന്നത് ബ്ലേഡ് ഇല്ല. അത് വെച്ച് അതിന്റെ വലുതുണ്ട്, അത് വെച്ച് കട്ട് ചെയ്തെടുക്കും, ഷേപ്പ് ചെയ്തെടുക്കുന്ന. അടിപൊളി. എന്തായാലും ഒരു അടിപൊളി ഡറാമയായിട്ട് ഇനി വരും. ചേട്ടൻ ആ ഒരു ഡറാമ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതൊരു ഫാന്റസി തീമിലാണ് ചെയ്യുന്നത്. എനിക്കൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് ഒരു എന്റർടൈൻമെന്റ് ഇല്ല ഇവിടെ ഒന്നും. സത്യം പറഞ്ഞാൽ ഒരു മ്യൂസിയം ആയിട്ടാക്കണം. എന്നിട്ട് ചെറിയൊരു ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടി വരാം. ഭയങ്കര രസമായിരിക്കും. അതെ അതെ, കുറച്ചായിട്ട്. പിന്നെ ഇവിടെ വരുമ്പോ എന്താ ട്രാക്ടർ ഒക്കെ ഉണ്ടല്ലോ. ഇതല്ലേ ഏത് ബ്രാൻഡ്സാ? പല ഇതുണ്ട്, പേരൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളെ ഇതെങ്ങനെ സൂക്ഷിച്ചെന്ന് ഈ ആന്റി ഇത് കാണാതെ ഇത് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സാറിന് ഇത് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ആരെങ്കിലും സാറിന് ഭാര്യമാര് ചോദിക്കുമ്പോഴത്തേക്കും ഇത് പണ്ടത്തെ സാധനം, ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്ന, ഇത് പുതിയ പാക്കറ്റ് അല്ല, ഇത് പഴയ പാക്കറ്റ് തന്നെ. അപ്പം അവർക്ക് വണ്ടി വരുമ്പോ കാണാതെ എടുത്ത് പാത്ത് നേരെ കൊണ്ട് മുറി വെക്കും. കൊറിയർ വരുമ്പോ തന്നെ അവര് അതുകൊണ്ട് അറിയത്തില്ലല്ലോ, പുതിയതാണെന്ന് അറിയത്തില്ല. അല്ല, ആന്റി അവർക്ക് എത്ര ഡയമണ്ട് മാല മേടിക്കാൻ പറ്റും? ആണോ? പറഞ്ഞാണോ? എനിക്ക് എത്ര ഡയമണ്ട് ആണോ? ഇല്ലെങ്കിൽ അങ്കിളിന് അറിയത്തില്ല ഇത് എത്ര എണ്ണം ഉണ്ടെന്ന്. വേണം ആന്റി അടുത്ത് മറിച്ചിട്ട് ഇനി പുതിയ മാലകൾ വരുമ്പോഴത്തേക്ക് എന്തായാലും കൊള്ളാം. ഇനി അടുത്ത് ഇതൊരു വിന്റേജ് കാർ കളക്ഷൻസ് ആണല്ലോ. അടിപൊളി. ഇത് നമുക്ക് വേണ്ടി ചേട്ടൻ ഉണ്ടാക്കിയ ഒരു ഡയറോമയായിരുന്നു. നമ്മുടെ ക്രിസ്മസിന് വേണ്ടി ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടിപൊളി സെറ്റൊക്കെ ഇട്ട് ക്രിസ്മസ് തീമിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഈ ഒരു ഷൂട്ടിൻ്റെ ഫോട്ടോസ്. പിന്നെ ഇത് ഒരു വിന്റേജ് കാർ കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം വൈറ്റ് ബോക്സിൻ്റെ അല്ലേ? വൈറ്റ് ബോക്സ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണെന്ന് തോന്നുന്നു. ഡീറ്റെയിലിംഗ് നല്ല എല്ലാം അടിപൊളി വിന്റേജ് കളക്ഷൻസ് കാസാ മൊത്തം. ഇത് റോൾസിന്റെ റോൾസ് റോയ്സോ? അത് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? എടുക്കാം. അടിപൊളി. നമ്മൾ റോൾസ് റോയ്സിന്റെ ഫാൻ. ഇത് ഒറിജിനൽ ലൈസൻസ് പ്രൊഡക്റ്റ് അല്ലേ? അടിപൊളി. എന്നാ ചേട്ടൻ കോയിഷോ ഈ കുറെ വർഷം പഴക്കമുള്ളതെന്ന് തോന്നുന്നല്ലോ. ഒത്തിരി പഴയതാ. നൈസ്. നല്ല പാക്കിംഗ് ആണല്ലോ അവരുടെ. അടിപൊളി. അങ്ങനെ എടുത്തിട്ടില്ല പുറത്ത്. ചില വണ്ടികൾ പുറത്തെടുക്കാത്ത. അടിപൊളി. റോൾസ് റോയ്സിന്റെ ഫാൻഡം ഡ്രോപ്പ് ഹെഡ് കോപ്പേ. നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇത് കൺവേർട്ടബിൾ ആട്ടോ. സ്റ്റിക്കർ
കൺവേർട്ട്. ആ നല്ല രസമുണ്ട്. മറ്റേതോ? ഫാൻറ്റം. ഓ ഫാൻറ്റം, ഓക്കെ. ഓ അടിപൊളി. സെയിം. മറ്റേ ഡ്രോപ്പ്ഡ് അല്ലേ? ഫാൻറ്റം. ഇത് നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. കുറേ വർഷം മുമ്പ് മേടിച്ച കളക്ഷൻ ഇത്. ഇതെല്ലാം ഇപ്പോൾ സിറാമിക് ഞങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. നമുക്കൊരു ദിവസം ഇതൊക്കെ എടുത്തിട്ട് തന്നെ ഒത്തിരി വർഷമായി. മുഴുവൻ പൊടിയെ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് ഒരു വണ്ടി തൂക്കുമ്പോൾ പിന്നെ ഇതിനു വേണ്ടി തന്നെ ഒരാളെ വെക്കണം. ഇനി അടുത്തത് ഇതെല്ലാം വിന്റേജ് കാർ കളക്ഷൻസ് അല്ലേ? ഞാനപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം എല്ലാം. കാരണം എല്ലാത്തിനെ കുറിച്ച് പറയാനുള്ള സമയം കാണത്തില്ല. കാരണം ഒരു രക്ഷയില്ലാത്ത കാറുകളാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത്. ഇത് റാലി കാറാന്ന് തോന്നുന്നല്ലേ? റാലി കാർ. നല്ല രസമുണ്ടല്ലോ. കുറച്ച് റാലി. ഓ ഇവിടെ ഉണ്ടല്ലോ. ഇത് പുതിയതായിട്ട് മേടിച്ചാണോ ഈ ഇടയ്ക്ക്? ഇത് അധികം സമയമില്ല. പൊട്ടിച്ചോ? ഇത് മറ്റേ പോളോ അല്ലേ? ഓ നൈസ്. GT. ഇത് സ്കെയിൽ ആർട്സിൽ നിന്ന് മേടിച്ചത്? ഇത് സ്കെയിൽ ആർട്സിന്റെ. നൈസ്. നല്ല രസമുണ്ട്. ഇതെല്ലാം ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നല്ലേ? അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. ഈ ഇത്ര സാധനങ്ങളൊക്കെ വെക്കുമ്പോ ഈ വല്ല എലി അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ശല്യമില്ല. കറണ്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ, കാരണം ഈ ടയേഴ്സ് ഒക്കെ ഇവര് തിന്നുമല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കാറ് മാത്രമല്ല ബൈക്കും ചേട്ടന് കളക്ഷൻ ഉണ്ട്. അപ്പം ആന്റി പറഞ്ഞിട്ടുണ്ട് ചേട്ടന് പണ്ടൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു? ഹീറോ ഹോണ്ട. ഹീറോ ഹോണ്ട CBS. ഓക്കെ. ഹീറോ ഹോണ്ട എന്ന് പറയുമ്പോൾ ഞാൻ സ്പ്ലെൻഡർ ഇറങ്ങിയ ഇടയ്ക്ക്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പ്ലെൻഡർ. ഭയങ്കര ഇപ്പോഴും ക്ലാസ് ആയിട്ടിരിക്കുന്ന. അപ്പൊ അന്ന് പിന്നീട് എപ്പോഴാ അത് കൊടുക്കാൻ കാരണം എന്താ? അത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കാതെ, പിന്നെ പിള്ളേര് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ പിള്ളേർ 1-2 വീഴ്ചയൊക്കെ വീണപ്പോ പിന്നെ ചേർന്നോ? ഏതാ ബൈക്ക് ഓടിച്ചോ? ഓടിക്കില്ലെന്ന് പറഞ്ഞു. ഓ അപ്പൊ അതിന്റെ ഒരു മോഹമാണ് ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഇവിടെ വെച്ചേക്കുന്നത്. ചേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എപ്പോഴേലും പിന്നീട് ഫ്യൂച്ചറിൽ ഒരു ഡുക്കാട്ടി എടുക്കണം ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. ഡുക്കാട്ടിയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓ ഇതെല്ലാം ഭയങ്കര. ഇത് 1:18 അല്ലേ? ഇത് 1:12. ഇത് 1:12. ഇതെല്ലാം 1:12. ഇത് 1:10. ഓക്കെ. ഈ ഇതൊക്കെ മൈസ്റ്റോ തന്നെയാണോ ബ്രാൻഡ്? മൈസ്റ്റോ ഉണ്ട്, പിന്നെ ബ്രാൻഡ് ഇല്ലാത്തതൊക്കെ ഉണ്ട്. ആണോ? ഓക്കെ. ഡീലർ എഡിഷൻ ഒക്കെ പോലെ അല്ലേ? മറ്റേ ചൈന. ഓക്കെ. ഹോട്ട് വീൽസിന്റെ കളക്ഷൻ തുടങ്ങിയോ? ഹോട്ട് വീൽസ് അധികം ഇല്ല. അല്ല ഇതാണെന്ന് മേടിച്ചേ? 2 ഹോട്ട് വീൽസ് കുറച്ചേ ഉള്ളൂ. അത് അധികം മേടിച്ചിട്ടില്ല. അല്ല ഇത് നല്ല രസമുണ്ടല്ലോ. ആ ഒരു ഇവിടെ പ്ലേസ് ചെയ്യാൻ രസമുണ്ട് കേട്ടോ. ഞാൻ ഹോട്ട് വീൽസിന്റെ എല്ലാം നോക്കുന്നില്ല. ഈ ആർട്ട് കാറില്ല. ഇതെവിടെയാണ് മേടിച്ചത്? ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് ഇവിടുന്ന് മറ്റേ ആൽഫൈനോ? ഉണ്ടോ ആൽഫൈനി? കുറച്ചുണ്ട്. ആർട്ട് കാർഡാ ഞാൻ കൂടുതലും നോക്കുന്നത്. ഓക്കെ. ആ ഒരു ഇത് മാത്രം എടുക്കാൻ. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ചേട്ടൻ ഹാൻഡ് മെയ്ഡ് അല്ലേ? ഹാൻഡ് മെയ്ഡ് അതല്ല. ഓക്കെ. ഇത് ഫോം ബോർഡാ? എന്ത് ഫോറക്സ് ഷീറ്റോ? ഫോറക്സ് ബോർഡാ. അതെല്ലാം ഫോറക്സ് ബോർഡാ. ഇതൊരു റാലി കാർ കൊണ്ടുവന്ന ഒരു കണ്ടെയ്നർ പോലെ. ഓക്കെ. പിന്നെ അവിടെ ഉണ്ട്. ഇതെന്താ തടിയോ? ഇത് ശരിക്കും തടിയാണോ? ശരിക്കുള്ള തടിയാ. ഇത് ചേട്ടൻ ഉണ്ടാക്കിയേക്കണാണോ? ഉണ്ടാക്കിയതാ. തടി ശരിക്കുള്ള. ഓ ഇതൊക്കെ എപ്പോ സമയം കിട്ടുന്നു? ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ഓരോന്ന് തോന്നുമ്പോ അത് കുറച്ചുണ്ടാക്കി വെക്കും. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഒരു പാഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തൊരു മനുഷ്യനാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഇതെല്ലാം അടിപൊളിയാ. ഇതെല്ലാം എനിക്ക് ബോക്സ് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഒരു ബീറ്റിലുണ്ട്, കൊക്കക്കോള എഡീഷൻ 2. എനിക്കത് ഭയങ്കര റെയറാന്ന് തോന്നി. ഇനി അത് കണ്ടിട്ടില്ല ഇവിടെ. ഇത് ലിമിറ്റഡ് എഡീഷൻ. ബുഗാട്ടി 200 പീസേ ഉള്ള ആകെ. ഓക്കെ. 1:18 സ്കെയിലാണോ? ഒന്ന് തുറന്നോട്ടെ, നമുക്കത് തുറന്നു നോക്കാം. നല്ല പാക്കിംഗ് ആണ് ഇതെല്ലാം. ഓക്കെ. ശരിക്കും അന്നത്തെ കിട്ടത്തില്ല, ഇപ്പൊ ഇല്ല. ഇത് ഓക്കെ. ആകെ 200 പീസേ ഉള്ളൂ. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഡീറ്റെയിൽ ചെയ്തേക്കുന്നത്. ഓ അടിപൊളി. ഇത് ശരിക്കും അത്യാവശ്യം എക്സ്പെൻസീവ്. ഭയങ്കര രസമുണ്ട് കേട്ടോ അതിന്റെ ആ ഒരു പ്ലേസിങ്ങും. പിന്നെ അതുപോലെ തന്നെ
മെറ്റീരിയലും അതിൻ്റെ നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. ഇത് എത്ര പീസസ് ഉണ്ട് ശരിക്കും? ഇതാ ആകെ 200 പീസ് 200 പീസസേ ഉള്ളൂ. അതിലൊന്ന് ലിമിറ്റഡ് എഡിഷൻ. ഇത് എത്ര വർഷമായി മേടിച്ചിട്ട്? എനിക്കൊന്ന് 10 വർഷത്തോളമായി. 10 വർഷമോ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലൈക്ക് ഓപ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ശരിക്കും റിയൽ കാർ മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് ഇത് ഭയങ്കര ആൻറ്റി ഇത് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് അല്ല കാർ മേടിക്കാം. എനിക്കൊന്ന് ചേട്ടൻ്റെ ഇവിടെ ചില സാധനങ്ങളൊക്കെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൊടുക്കേണ്ട കാര്യമില്ല, 2-3 ഐറ്റം വെച്ചാൽ മാത്രം മതി. ഞാൻ ചേട്ടനോട് പറഞ്ഞ ഒരു പോളോ GTI എടുക്കുക, കാരണം പോളോ ഭയങ്കര ഫാനാ. പിന്നെ ഏതെങ്കിലും ഒരു BMW M3 അങ്ങനെ, പിന്നെ ഒരു ഫാമിലി വെഹിക്കിൾ ആയിട്ട് ഒരു ബെൻസ് S ക്ലാസ്. ഞാൻ പറഞ്ഞ ഇപ്പൊ എടുക്കും ഇനി എന്തിനല്ല. ഇത് അടിപൊളി. ഇത് മിനി ചാമ്പ് ആണോ? മിനി ചാമ്പിന്റെ ഇത് 300 പീസേ ഉള്ളൂ, ലിമിറ്റഡ് എഡിഷൻ. ഇതും 10 വർഷം പഴക്കമുള്ളതാണോ? ഇത് ഏകദേശം അത്ര. ഞാൻ ഇതും കൂടെ ഒന്ന് തുറന്നോട്ടെ, കാരണം ഇത് തുറന്നില്ല പിന്നെ ഭയങ്കര. അപ്പൊ ചേട്ടാ തുറന്നോ, കാരണം ഇൻ കേസ് ലിമിറ്റഡ് എഡിഷൻ ഒക്കെ എൻ്റെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. മിനി ചാമ്പ് നല്ല ശരി. ആ ഒരു പ്രൈസിനുള്ള രീതിയിൽ അവർ പാക്ക് ചെയ്തേക്കണം. ചിലത് നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് മേടിച്ചാൽ അവരുടെ പാക്കിങ് കൊള്ളത്തില്ല. വാവ്, ഇത് രക്ഷയില്ല കേട്ടോ. ടയേഴ്സ് തന്നെ ഭയങ്കര അടിപൊളി. ഇത് ലെതറാണോ? ലെതറാ. ഓ, 999 പീസസ്. ഓ എല്ലാം കൂടെ 999 പീസസ് ഉള്ളൂ. ഇത് സീൽഡ് മോഡൽ അല്ലേ? സീൽഡ്. ഇതൊന്നും ശരി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഇതെല്ലാം. അപ്പം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ചിലർ ചോദിക്കും ഇതിൻ്റെ അകത്ത് ലൈറ്റ് കത്തുമോ, ഡോർ ഓപ്പൺ ചെയ്യുമോ, പിന്നെ ലൈക്ക് പുറകോട്ട് വലിച്ച്. അത് ഇങ്ങനത്തെ മോഡൽസിനൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഷോക്കേസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ മോഡലിന് അതേ റിപ്ലിക്ക ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ ഏകദേശം നല്ല പ്രൈസ് കാണും. എനിക്ക് തോന്നുന്നു ഇതിന് ഞാൻ ചുമ്മാ ഒരു കേസ് പറയാം, മിനിമം ഒരു 45,000 രൂപ മേടിച്ചപ്പോൾ. അല്ല, ഇത് മേടിച്ചപ്പോൾ കാണും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ ഈ സാധനത്തിന് ഉറപ്പായിട്ടും മിനിമം കിട്ടും. കാരണം ഇതിന്റെ പ്രൈസ് അതുപോലത്തെയാണ്. അപ്പോൾ വണ്ടി ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കുവൈറ്റിൽ, ജേക്കബ് എന്ന് പറഞ്ഞു. അപ്പം ആ ചേട്ടൻ ആക്ച്വലി കുവൈറ്റിൽ ഭയങ്കര കളക്ഷൻസാണ്. അപ്പം ചേട്ടനെ പോലെ തന്നെയാണ്. അപ്പം വൈഫ് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ചില കാര്യങ്ങൾ മേടിക്കുന്ന വൈഫിനെ അറിയത്തില്ല, അറിയാതെ മേടിക്കും. പക്ഷെ എല്ലാ ദിവസവും കൈ തരിച്ചു പോകും മേടിക്കാൻ വേണ്ടി. അപ്പം അവിടുത്തെ എങ്ങനെയാ വെച്ചാൽ അവിടെ ഓപ്ഷൻ ചെയ്യുക, ഓരോ ദിവസം ഇങ്ങനെ ഓരോ മോഡൽസും വിൽക്കും. അപ്പൊ കുവൈറ്റിൽ ഭയങ്കര ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് ഈ വണ്ടിയുടെ ഒക്കെ. അപ്പൊ ഇതുപോലത്തെ ഒക്കെ വണ്ടി ശരിക്കും അവിടെ വന്ന് അറബ്സ് ആയിരിക്കും ചിലപ്പോൾ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. അവർ മേടിക്കാൻ വേണ്ടി തന്നെ പല കൺട്രീസിലും പോകുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. അപ്പം ഈ കളക്ഷൻ മേടിക്കുന്നവരെ എപ്പോഴും ചിലപ്പോൾ വൈഫ് പറയും വെറുതെ പൈസ കളയുന്ന, പക്ഷെ ഇത് ഫ്യൂച്ചറിൽ വിറ്റ് ചെയ്യാൻ ആസ് എ ഇൻവെസ്റ്റിംഗ് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് അതൊരു പോയിന്റ് ആണ്. അതായത് ഈ സാധനം ഇത് വിൽക്കാൻ പറ്റത്തില്ല, വിൽക്കത്തുമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം. എന്തായാലും അടിപൊളി. അത് ആന്റി പറഞ്ഞ പോയിന്റ് ആണ്. ഇഷ്ടമുള്ളവരാരും ഇത് കൊടുക്കത്തില്ല. നമുക്ക് എന്തായാലും അടച്ചു വെക്കാം. പാക്കിങ് നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ താഴെ മൈസ്റ്റോടെ പണ്ടത്തെ കളക്ഷൻസ് ഉണ്ട്, ബുറാഗ് പഴയ അവിടെ എല്ലാം. ഒരു ഷോപ്പ് എനിക്ക് തോന്നുന്നു ഒരു 3 കോട്ടയത്തല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഷോപ്പിൽ ഇതുപോലെ കളക്ഷൻസ് കാണത്തില്ല. ഇത് മറ്റേ മോഡൽ കാറിന്റെ അല്ലേ? അത് റോൾസ് റോയ്സിന്റെ. അത് നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇത് ഫുൾ റോൾസ് റോയ്സ് ആണോ? ഓക്കെ. അത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് റോൾസ് റോയ്സിന്റെ ഇത് കാണണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. റോൾസ് റോയ്സ് മാത്രം അൺബോക്സ് ചെയ്യുന്നത് നമുക്കൊരു വീഡിയോ ചെയ്യണം അതിന്റെ മാത്രമായിട്ട്. ടിൻറ്റിൻ ഫാൻ ആണല്ലോ. ഇത് എവിടെയാണ് മേടിച്ചേ? ഓൺലൈൻ ആണോ? ആമസോണോ? നമ്മുടെ നാട്ടിലെയോ? നൈസ് ആണല്ലോ. പിന്നെ ഇതൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ? ഇത് ലൈക്ക് നമ്മുടെ ചേട്ടൻ ഉണ്ടാക്കിയ ലൈക്ക് ഇത് ഫോറക്സ് ബോർഡ് യാച്ച്. ഓ ഉണ്ട്, ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. എനിക്കൊന്ന് കുറെ വർഷം മുമ്പ് ഉണ്ടാക്കിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് RC ഒക്കെ വെച്ചിട്ട് ഇറക്കുവാങ്ങി നനഞ്ഞ പ്രശ്നമാണോ? എനിക്കൊന്ന് പുട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഇത് നല്ല രസമാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണിത് ഈ ഒരു വണ്ടി. പിന്നെ ഇതും ചേട്ടൻ ഉണ്ടാക്കിയതല്ലേ? അതുണ്ടാക്കിയതാ. ഓക്കെ. ഇതും ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫെറാറിയുടെ F1ന്റെ ഫോർമുല 1s ഒക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഫെറാറിയുടെ ആണ്. ഇവിടെ ഒരു പിറ്റ് ക്രൂ ഇരിപ്പുണ്ട്. പിന്നെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഫെറാറിയുടെ മാത്രമായിട്ടുള്ള ഒരു ഇതാ.
ചേട്ടൻ ഉറപ്പായിട്ടും ഫെറാറി വേൾഡിൽ പോകണം അബുദാബിയിൽ. ഭയങ്കര ഇതുപോലത്തെ ഫെറാറിയുടെ തന്നെ കാസും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇനി കുറേ അൺബോക്സ് ചെയ്യാനുള്ള വണ്ടികളാണ്. ഇനി ഇവിടെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ എന്തെങ്കിലും വീടോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നിങ്ങളുടെ വീടാണോ? ഇത് ചുമ്മാ ഒരു ഐഡിയ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇത് ലൈക്ക് അക്ലിക് ഷീറ്റ് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ? ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഫുള്ള് അത് അകത്തൊരു ഗ്രാമഫോണ്, പിയാനോ, പിന്നെ ഒരു വയലിൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ ഡ്രോയിങ് റൂം കാണിച്ചേക്കുന്നത്. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരി ഈ അക്ലിക് ഷീറ്റ് വെച്ചത് നന്നായിട്ടോ. അന്ന് ഇത് മാറ്റി, കാരണം കാണാൻ നല്ല രസമുണ്ട്. ഒരു അടിപൊളി. എനിക്കൊന്നൊരു ഇന്റീരിയർ ഡിസൈനർ ആവേണ്ട ആള് ആണോ? അല്ല പഠിക്കാൻ പറ്റുമോ? അല്ല ഇപ്പൊ ഇതിനെന്താ കുഴപ്പം? ചേട്ടൻ ഇത് ചേട്ടൻ ബിസിനസ് ചെയ്തോണ്ടല്ലേ ഇത്ര മേടിക്കാൻ പറ്റിയത് അല്ലേ? ഇനി ശരി പറഞ്ഞാൽ ഇവിടെ തീർന്നിട്ടില്ല. എനിക്കൊന്നൊരു 3-5 വീഡിയോ വേണം ഇതൊക്കെ ഒന്ന് പറയണമെങ്കിൽ തന്നെ. ഇനി ഇത് ഗ്യാരേജ്, ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് അല്ലേ? ഇത് മൊത്തം കാർ ഒഴിച്ച് ബാക്കിയെല്ലാം ഹാൻഡ് മെയ്ഡാ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കണ്ടോ? ഇവിടുത്തെ എക്സോസ്റ്റ് ഫാൻ. അത് ചേട്ടൻ കമ്പ്യൂട്ടറിന്റെ ഫാൻ എടുത്ത് വെച്ചേക്കുന്ന. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡയറോ സ്കെയിൽ മോഡൽ ഒരു ഫിഗറിൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്സസറീസ് കുറെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഇത് മറ്റേ വീപ്പ ഒരു ടേബിള്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം 10 വർഷം മുമ്പല്ലേ ഇതൊക്കെ ഈ ഫിഗേഴ്സ് ഇതെല്ലാം മേടിച്ചത്? എത്ര വർഷം? 6-7. ഇത് ഉണ്ടാക്കിയിട്ട് എത്ര നാളായി? ആണോ? സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനിയുള്ളതൊരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാർക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ബേക്കറി ഒക്കെ ആയിട്ട്. ശരിക്കും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ മ്യൂസിയം തിരുന്ന പോലെ, ഒരു മ്യൂസിയത്തിൽ കയറുന്ന പോലെ അതേ ഫീൽ തന്നെ. അപ്പോൾ ഇനി ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചേട്ടൻ ഡയറാമ ഉണ്ടാക്കണം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ. അപ്പം ചേട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഡയറാമ എനിക്ക് ഇതുപോലെ ഈ ഗ്യാരേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കുറേ നാളായിട്ട് പറയുന്നത് ചേട്ടാ എനിക്ക് ഇതുപോലത്തെ ഒരു ഗ്യാരേജ് പണിയണം. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു പോർഷെ RWB അക്കീറയുടെ ഒരു ഗ്യാരേജ് പണിയണമെന്ന് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മളിനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ആൻറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഈ കളക്ഷൻ എന്താ കൂടുതൽ ചേട്ടൻ കളക്ട് ചെയ്യണോ അതോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ? കളക്ഷൻ വേണ്ട. ഇനി ആൻറ്റിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഒന്നെങ്കിൽ ചേട്ടന് ഓപ്ഷൻ നടത്തിയിട്ട് ചില മോഡൽസ് കൊടുക്കുക. നിങ്ങൾക്ക് പുതിയ ബെൻസ് അല്ലെ ലക്ഷറി കാർ മേടിക്കാം, ഇല്ലെങ്കിൽ ഡയമണ്ട് മേടിക്കാം. ഏത് ചൂസ് ചെയ്യും? അല്ല ഇപ്പൊ ഒന്നും ചൂസ് ചെയ്യുന്നില്ല. അപ്പൊ വർഷങ്ങളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് നേരത്തെ പറയുന്ന. അപ്പൊ എന്തായാലും ചേട്ടൻ ഇത് കൊടുക്കത്തില്ല. അപ്പൊ ചേട്ടൻ എന്തായാലും കൊടുക്കത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു.